വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകി. ചാവക്കാട്, ഗുരുവായൂർ, ഒരുമനയൂർ താലൂക്കിൽ ഉള്ളവർക്കാണ് നോട്ടീസ് ലഭിച്ചത്. ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് BJP നേതൃത്വം ഇതിനകം അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, വിവിധ ജില്ലകളിൽ നിന്നും ഏറ്റവും പുതിയ വാർത്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വഖഫ് ബോർഡ് വിവിധ പ്രദേശങ്ങൾ തങ്ങളുടേതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഭൂമിയുടെ ഉടമസ്ഥർക്ക് നോട്ടീസ് നൽകുന്നു, പട്ടിക തയ്യാറാക്കുന്നു. ഇത്തരത്തിൽ എല്ലാവർക്കും വീടും കിടപ്പാടവുമെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാവട്ടെ ചാവക്കാട്, ഗുരുവായൂർ, ഒരുമനയൂർ താലൂക്കുകളിലുള്ളവർക്കാണ് നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. മുനമ്പം മാതൃകയിൽ തന്നെ ഒരു സമരമുഖം കോഴിക്കോട് ജില്ല മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലടക്കം, അത് വയനാട്ടിലെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ തൃശ്ശൂരും മുനമ്പം മാതൃകയിൽ സമരമുഖം തുറക്കുന്ന സാഹചര്യം വരും. അങ്ങനെ തന്നെയല്ലേ ആനന്ദ് പുതൂർ? അതായത് ചാവക്കാടുള്ള ഏതാണ്ട് 37 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. പല കുടുംബങ്ങൾക്കും നേരത്തെ തന്നെ കരമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ നോട്ടീസ് കിട്ടിയ ചില കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകളുടെ ഒക്കെ വിവാഹാവശ്യങ്ങൾക്ക് വേണ്ടി ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു കുരുക്ക് ഉള്ള കാര്യം അറിയുന്നത്. ഇപ്പോൾ അവർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. അതായത് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചാവക്കാട് മേഖലയിൽ ഏതാണ്ട് 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ചാവക്കാട് മണത്തല, ഒരുമനയൂർ, ഒറ്റത്തെങ്ങ് കിഴക്ക്, KK മാർബിളിന് പടിഞ്ഞാറ്, തങ്ങൾപ്പടി, പാലയൂർ, ചക്കക്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏതാണ്ട് 10 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഈ പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തി കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ വീട്ടുകാർക്ക് ഉൾപ്പെടെ വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഈ കോട്ടമൽ ബാലകൃഷ്ണൻ, നീലങ്കാവിൽ ഫ്രാൻസിസ്, മരക്കാർ ഇബ്രാഹിം, ചെട്ടിക്കുളം രാമു, കൂട്ടടുത്ത് ബാഹുലയൻ തുടങ്ങിയ ആളുകൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല ഈ വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്താനുള്ള ഒരു തീരുമാനത്തിലാണ് BJP നേതൃത്വം ചാവക്കാട് തീരുമാനിച്ചിട്ടുള്ളത്. മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും എന്തായാലും BJP നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. വിനോദ്, അങ്ങനെ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളും വഖഫ് ബോർഡിൻ്റേതാണെന്ന് ചൂണ്ടിക്കാട്ടി അവർ നോട്ടീസ് തയ്യാറാക്കി കഴിഞ്ഞു, പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. പലർക്കും ചാവക്കാട്, ഗുരുവായൂർ മേഖലകളടക്കം നിരവധി താലൂക്കുകളിൽ വഖഫ് ബോർഡിൻ്റേതായ നോട്ടീസുകൾ പല വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും മുനമ്പം മാതൃകയിൽ ഒരു സമരമുഖം തുറക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ആനന്ദ് പുതൂർ നൽകിയത്.